വെക്കേഷൻ ആകുന്നതും കാത്ത് ചെറുപ്പത്തിൽ പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇപ്പം തന്നെ അവിടെ പാർക്കാൻ പോവേനെ. ഇപ്പം ആയിരിക്കില്ല പിന്നെ പാർക്കാൻ പോക്കെല്ലാം നിന്നുപോയി. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, വെക്കേഷൻ ഇല്ല. അപ്പം നിങ്ങളൊരിക്കും വെക്കേഷൻ എവിടെ പോയി? വെക്കേഷൻ അടിയും പോയിക്കില്ല ഗൈസ്. എനിക്കിപ്പോൾ 365 ദിവസം വെക്കേഷൻ ഉണ്ടോ സ്കൂളില്ലാത്തതിനെ കൊണ്ട്. പിന്നെ കിടന്ന് തിന്നുന്നതും കുടിക്കുന്നതും ഞങ്ങൾക്ക് കാണിച്ചു തരുകയില്ല. നിങ്ങളെല്ലാം ഇപ്പം തീറ്റിപ്പണ്ടാരെന്ന് വിളിക്കുന്നതിനെക്കൊണ്ട് ഞാൻ ആർക്കും ഒന്നും കാണിച്ചു തരൂല. പിന്നെ നമ്മൾ മുറ്റത്ത് കീഞ്ഞോക്കുന്നറിയില്ല. ഇവിടെ കയ്യെത്തും ദൂരത്തും കയ്യെത്താത്ത ദൂരത്തും കുറേ മാങ്ങകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ തരുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഇപ്പറില്ല ഒരു കുളമുണ്ട്. ആ കുളമാണ് ഭയങ്കര വൃത്തിയും വെടുപ്പും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല, ഇത്ര വൃത്തിയുള്ള കുളം ഇങ്ങടെ ഏടെ കണ്ടിക്ക്. പിന്നെ ഞാൻ വന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നത്, ജാഥ പോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, എൻ്റെ ഫാൻസാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒളിച്ചെന്ന ആളിന് എല്ലാവരും എൻ്റെ അടുത്ത് വന്നതിന് ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് തളരൂലേ, അതിനെക്കൊണ്ട് പിന്നെ ഞാൻ ഒളിച്ചെന്ന്. പിന്നെ നേരെ നമ്മൾ പൊരിക്കോയൊക്കെ എന്നറിയില്ലേ, പുതിയൊരു അസിസ്റ്റൻറ്റിനെ കിട്ടി ഗൈസ്. തുടക്കൽ അടിക്കൽ എല്ലാവിധ പണികളും ചെയ്യുമെന്നാണ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നു, അതിനെ ഈ കൊലത്തിലാക്കിയിട്ട് നമ്മളില്ലേ നല്ലോണം തിന്ന്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ.